സീതമ്മ എന്ന പേര് പറയുമ്പോൾ തന്നെ കത്രിക്കടവ് നിവാസികളായ ദിവാകരനും ഭാര്യ അംബികയ്ക്കും കണ്ണുനിറയും. കഴിഞ്ഞ ദിവസമാണ് പുല്ലുമേഞ്ഞു നിന്നിരുന്ന സീതമ്മ എന്ന വളർത്തു പശു വീണുപോയത്. 7 മാസം ഗർഭിണി കൂടിയായ പശുവിന് സൂര്യതാപമേറ്റതാണ് കാരണം. വെറ്റിനറി ഡോക്ടർ എത്തി പരിശോധനകൾ നടത്തി. ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മുളന്തുരുത്തിയിൽ നിന്ന് കൊണ്ടുവന്ന പ്രത്യേക തൊട്ടിലിൽ സീതമ്മയെ ഗാന്ധിനഗർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എടുത്തു കിടത്തി. ഈ തൊട്ടിൽ നിലവിൽ സീതമ്മയ്ക്ക് ഏറെ ആശ്വാസമാണ്. പ്രിയപ്പെട്ട പശുവിന്റെ നിലവിലെ അവസ്ഥ ഒരു തേങ്ങലോടെയാണ് അംബിക ഓർക്കുന്നത്. എൻ്റെ മക്കളെ കൂട്ടാണ് എന്താ അസുഖം വന്നാലും അപ്പം തന്നെ ഡോക്ടറെ കാണുകയും ഡോക്ടറെ വിളിക്കുകയും അതിനുള്ള മരുന്ന് കൊടുക്കുകയും പറ്റും. ഇങ്ങനെ വന്നത് ആദ്യമായിട്ടാണ്. കന്നുകാലി വളർത്തലാണ് വർഷങ്ങളായി ദിവാകരന്റെയും കുടുംബത്തിന്റെയും പ്രധാന വരുമാനം. നഴ്സായിരുന്ന അംബിക വിവാഹശേഷം ജോലി ഉപേക്ഷിച്ച് മുഴുവൻ സമയവും പശു വളർത്തലിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സ്വന്തം മക്കളെ പോലെയാണ് ഇരുവർക്കും പശുക്കൾ. ഇപ്പോൾ മുഴുവൻ സമയവും സീതമ്മയെ പരിചരിക്കുകയാണ് ഇരുവരും. സീതമ്മ ഉടൻ എഴുന്നേൽക്കും എന്ന ഡോക്ടറുടെ വാക്കാണ് ഇരുവർക്കും ആശ്വാസം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. സ്നേഹമോൾ നയനാൻ ചേരുന്നുണ്ട് തത്സമയം. സ്നേഹ, ശരിക്കും അവരുടെ ഒരു വേദന കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. സീതമ്മ അങ്ങനെ വെറും ഒരു പശു ആയിരുന്നില്ല, കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെയായിരുന്നു. അവർക്ക് ആ ഒരു സ്നേഹം എത്രത്തോളം ഉണ്ട് എന്ന് അവരതിനെ തലോടുമ്പോൾ തന്നെ അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതിൽ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ കഠിനമായ ചൂടും നല്ല ശക്തമായ വെയിലും ഒക്കെ ഉള്ള സമയത്ത് പശുക്കളെ കൂടി മൃഗങ്ങളെ കൂടി ഒന്ന് പരിഗണിക്കേണ്ടതുണ്ട്. അവരെ സുരക്ഷിതമായി മാറ്റി നിർത്തേണ്ടത് ചിലപ്പോൾ ഒരു സമയത്തെ ഒരു അശ്രദ്ധയായിരിക്കാം വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ വഴിവെക്കുന്നത്. അപ്പോൾ എന്തായാലും സീതമ്മയുടെ അവസ്ഥ എങ്ങനെ പോകുന്നു? ഹെൽത്തൊക്കെ വീണ്ടെടുക്കാൻ ഇനി എത്ര സമയം വേണ്ടി വരും? ഹിമ, ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ഇത് കാണുമ്പോൾ സാധാരണഗതിയിൽ ഈ വളർത്തു പശുക്കളുള്ള എല്ലാവരുടെയും വീടുകളിൽ ഇത്തരത്തിൽ സംഭവിക്കുന്നതാണ് എന്നൊരു തോന്നലുണ്ടാകാം. പക്ഷേ അങ്ങനെയല്ല. ഈ പരസ്പരം നമ്മൾ ഈ ദിവസേന ഈ വാർത്തകളിലൂടെയൊക്കെ കടന്നു പോകുന്നതാണ്. മനുഷ്യനെ തന്നെ കൊല്ലുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പശു വീണുപോയപ്പോൾ എത്രമാത്രം ആ കുടുംബത്തിലുള്ള ആളുകൾ വേദനിക്കുന്നു എന്നൊരു കാഴ്ചയാണ്. സഹജീവികളോടുള്ള കരുതൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയും. ഇപ്പോൾ എന്ത് തന്നെയാണല്ലോ, ഇപ്പം നമ്മൾ ആശിച്ച് ഏതെങ്കിലും ഒരു വളർത്തുമൃഗത്തെ വളർത്തുവാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നമുക്കത് താങ്ങാവുന്നതിനും അപ്പുറമാണ്. അല്ലെങ്കിൽ നമ്മളൊരു ചെടി ആശിച്ച് വളർത്തുകയാണെങ്കിൽ ആ ചെടിയുടെ ഇലയൊന്ന് വാടിയാൽ നമ്മുടെ മനസ്സ് മാറും. അത്തരത്തിലൊരു ഒരു സഹജീവികളോടും എന്ത് തന്നെയായാലും ഒരു സ്നേഹം തുളുമ്പുന്ന ഒരു കരുണയുള്ള ഒരു കാണിക്കേണ്ട ഒരു ജനറേഷൻ, അതായത് അത്തരത്തിലൊരു രീതിയാണ് ഈ കത്രിക്കടവ് നിവാസികളായ ഈ ദിവാകരൻ അതുപോലെ തന്നെ അംബികയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പശുക്കളെല്ലാം തന്നെ നിലവിൽ 6 പശുക്കളാണ് ഇവരുടെ വീട്ടിൽ ഉള്ളത്. ഈ പശുക്കളെല്ലാം തന്നെ സ്വന്തം മക്കളെ പോലെയാണ് വളർത്തുന്നത്. അംബിക നഴ്സായിരുന്നു. വിവാഹത്തിന് ശേഷം ഈ പശുക്കളെ പരിചരിക്കാൻ വേണ്ടി തന്നെ ആ ജോലി ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഗാന്ധിനഗർ ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ കുറിച്ചാണ്. അവർ ഏകദേശം ഒരു 10ഓളം പേരുണ്ടാകും. ഈ പശു ഇത്തരത്തിൽ വീണുപോയി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഈ വെറ്റിനറി ഡോക്ടർ സ്ഥലത്തെത്തി മറ്റ് ചികിത്സകളൊക്കെ നടത്തി. അതിനുശേഷം മുളന്തുരുത്തിയിൽ നിന്നും ഈ പശുവിന് വേണ്ടി ഒരു പ്രത്യേക തൊട്ടിലൊക്കെ തയ്യാറാക്കി ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് ഈ തൊട്ടിലേക്ക് ഈ പശുവിനെ എടുത്ത് കിടത്തിയത്. അംബിക പറയുന്നതനുസരിച്ച് അവരെ ദൈവതുല്യരായി കാണണം എന്ന് തന്നെയാണ്. ആപത്ത് നേരത്ത് ആരെ സഹായിച്ചാലും അവരെ ദൈവതുല്യരായി കാണണം എന്ന് പറയുന്നവരുടെ മനസ്സ് അത് തന്നെയാണ് എടുത്ത് പറയേണ്ടതായിട്ടുള്ളത്. മാത്രമല്ല ഈ സീതമ്മ ആ ഒരു പേര് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ആ കുടുംബവും അതുപോലെ തന്നെ ഈ പശുക്കളുമായിട്ടുള്ള അവരുടെ ബന്ധമെന്ന്. ഈ എന്താണ് സംഭവിച്ചത് എന്ന് ഈ അംബികയോട് ചോദിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് അവരുടെ മറുപടി. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ കാര്യം എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും, അതായത് നമ്മൾ നേരത്തെ തന്നെ ഈ മുളന്തുരുത്തി ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ ഇടപെടലിനെ എന്തായാലും വലിയ ഒരു കയ്യടി. അതോടൊപ്പം തന്നെ സീതമ്മയുടെ അവസ്ഥ കുറച്ച് പരിതാപകരമാണ്. പക്ഷെ എന്നാൽ പോലും ഫുൾ എനർജിയോടെ സീതമ്മ തിരിച്ചു വരാൻ വേണ്ടി അതിൻ്റെ ഉടമസ്ഥർ അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനെ സ്നേഹത്തോടെ പരിചരിക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ ആരോഗ്യം വീണ്ടെടുത്ത് സീതമ്മ എന്തായാലും തിരിച്ചെത്തട്ടെ.